ചെറുപ്പത്തിൽ ഈ ഫോണും ഇൻസ്റ്റഗ്രാമും വാട്സാപ്പും ഫേസ്ബുക്കൊന്നും ഇല്ലാത്തത് ഏറ്റവും നന്നായി എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം ഇതൊക്കെ ഉണ്ട്, പണ്ടത്തെക്കാട്ടിലും സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ആഗ്രഹം ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയാണ്. ബോറടി മാറ്റാൻ അന്നൊക്കെ വീട്ടിലുണ്ടായിരുന്നത് ഒരു റേഡിയോയും പിന്നെ ഒരു കെട്ട് ബാലരമയും മനോരമയും ഒക്കെ ആയിരിക്കും. എല്ലാ ആഴ്ചയിലും ബാലരമയും മനോരമയൊക്കെ ഇറങ്ങുന്ന ദിവസത്തിന് വേണ്ടിയിട്ട് ഒരു കാത്തിരിപ്പ് തന്നെയാണ്. നമുക്ക് ഏതെങ്കിലും ഒരാഴ്ച മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ചോദിച്ച് വാങ്ങി വായിക്കും. നമ്മുടെ കയ്യിലുള്ളതൊക്കെ എല്ലാവർക്കും വായിക്കാൻ കൊടുക്കുകയും ചെയ്യും. ഞാൻ ഇപ്പൊ ബാലരമയെ കുറിച്ച് പറയാൻ കാരണം അതിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആൾക്കാർ. കുട്ടൂസൻ, ഡാഗിനി, ലുട്ടാപ്പി, മായാവി, രാജു, രാധ, വിക്രമൻ, മുത്തു, സൂത്രനും ശേരുവും, ശിക്കാരി ശംഭു, ജമ്പനും തുമ്പനും, ശുപ്പാണ്ടിയും. പിന്നെ വരുന്ന അമർചിത്ര കഥകളും ഹോജ കഥകളും അത് വേറെ. ഇനി എത്രയൊക്കെ വയസ്സായി എത്രയൊക്കെ വലിയ ആളായി എന്ന് പറഞ്ഞാലും നമ്മൾ പണ്ട് വായിച്ച ഈ ബാലരമയും ഇതിലത്തെ ആൾക്കാരെയും ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്നെ പോലെ ബാലരമ അഡിക്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. ഞാൻ നേരത്തെ ബാലരമയിലെ കുറെ ആൾക്കാരെ കുറിച്ച് പറഞ്ഞില്ലേ, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആരാണെന്നും കമന്റ് ചെയ്യുക. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരു ബാലരമ ഭ്രാന്ത് ഉണ്ടോ? ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല അല്ലേ? അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.